ambiguous എന്ന് വെച്ചാൽ എന്താ? Ambiguous, the word meaning of ambiguous is actually the confusion, right? നോർമലി നമ്മൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നതിനാണ് നമ്മൾ ആംബിഗ്യൂസ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ ആംബിഗ്യൂസ് ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഹാവിങ്, അതായത് നമുക്കിപ്പോൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ ചോയ്സസ് ഉണ്ടെങ്കിൽ വി വിൽ ബി കൺഫ്യൂസ്ഡ് വിച്ച് ചോയ്സ് ഹാസ് ടു ബി ഡൺ. നമ്മളിപ്പം എസ് ഡിറൈവ്സ് എ ആൻഡ് എസ് ഡിറൈവ്സ് ബി എന്ന് പറയുന്ന സമയത്ത് വി വിൽ ബി കൺഫ്യൂസ്ഡ് വിച്ച് നോൺ ടെർമിനൽ വിൽ ബി which choice we will be replaced for that particular non-terminal. S derives A എടുക്കണോ S derives B എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും കമ്പൈലറിന്. ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയാ ആംബിഗ്യൂറ്റി എന്ന് പറയാം. അപ്പോൾ ആംബിഗ്യൂറ്റി നമ്മളിപ്പോൾ ഒരു ഗ്രാമർ തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ചെക്ക് വെദർ ദ ഗ്രാമർ ഈസ് ആംബിഗ്യൂസ് ഓർ നോട്ട്. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക ആംബിഗ്യൂസ് ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? മോർ ദാൻ വൺ ട്രീ എന്നല്ലേ, മോർ ദാൻ വൺ പാസ് ട്രീ. അതിൽ തന്നെ മോർ ദാൻ വൺ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും മോർ ദാൻ വൺ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും. അതായത് ഞാനിപ്പോൾ പറയുകയാണ്, എനിക്കിപ്പോൾ ഒരു ട്രീൻ്റെ തന്നെ ഒരു ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും ഒരു റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും ഉണ്ടെന്ന് വിചാരിച്ചോ. പക്ഷെ അങ്ങനെ ഒരു ട്രീ ഒരിക്കലും ആംബിഗ്യൂസ് ആയിരിക്കില്ല. എന്തുകൊണ്ടാണ്? ആംബിഗ്യൂസ് ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷന് 2 എണ്ണം വേണം, അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ തന്നെ 2 എണ്ണം ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതൊരു ആംബിഗ്യൂസ് ഗ്രാമർ ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒരു സെക്കൻഡ്, മീൻസ് പ്രസന്റ് ചെയ്യുന്നതിനുള്ള ചെറിയൊരു ഡിലേ ആണ്. ഓക്കെ, അപ്പോൾ ആംബിഗ്യൂസ് ആയി. പിന്നെ പറഞ്ഞതാണ് ലെഫ്റ്റ് റിക്കേഷൻ അല്ലേ. ലെഫ്റ്റ് റിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? എന്താ ലെഫ്റ്റ് റിക്കേഷൻ എന്ന് വെച്ചാൽ എന്താടാ? ആരെങ്കിലും ഒന്ന് പറയൂ, ലെഫ്റ്റ് റിക്കേഷന്റെ ഫോം എന്തായിരിക്കണം? എങ്ങനെയുള്ള ഗ്രാമറിനെ നമ്മൾ ലെഫ്റ്റ് റിക്കേഴ്സീവ് ഗ്രാമർ എന്ന് വെച്ച് പറയാം? ലെഫ്റ്റ് റിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? വി ആർ കോളിംഗ് എ ഫംഗ്ഷൻ. അതായത് സാധാരണയായിട്ട് എന്തിനു വേണ്ടിയാണ് നമ്മൾ റിക്കേഷൻ യൂസ് ചെയ്യുന്നത്? ശരിക്കും എന്താണ് നമ്മൾ റിക്കേഷൻ യൂസ് ചെയ്യാനുള്ള കൺസെപ്റ്റ്, റീസൺ എന്താ? അതായത് തന്നിരിക്കുന്ന ഗ്രാമർ ആംബിഗ്യൂസ് ഗ്രാമർ ആണെങ്കിൽ യു ഹാവ് ടു റിമൂവ് ദ ആംബിഗ്യൂറ്റി. Then only parser can generate a parse tree correctly. Otherwise, there will be different chances, right? Otherwise, difficult, right? So what we have to do? We have to remove the ambiguity, right? അപ്പോൾ ambiguity remove ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? You have to either you have to do അതിനെ ഏത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം? A derives A alpha bar beta എന്നുള്ള ഫോർമാറ്റിലാണെങ്കിൽ സ്ലൈഡ് കാണുന്നില്ലേ നിങ്ങൾക്കിപ്പോൾ? സ്ലൈഡ് കാണുന്നില്ലേടാ? അല്ലേ, ഇതല്ലേ ഫോർമാറ്റ്? A derives A alpha bar beta ആണെങ്കിൽ A derives beta A dash and A dash derives alpha A dash bar epsilon. ഈ ഫോർമാറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം.
അങ്ങനെയാണ് ആംബിഗ്യൂറ്റി റിമൂവ് ആവും. ലെഫ്റ്റ് റിക്കേഴ്സീവ് ഗ്രാമർ ലെഫ്റ്റ് റൈറ്റ് റിക്കേഴ്സീവ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? പിന്നെ ലെഫ്റ്റ് ഫാക്ടർ, പിന്നെയുള്ളത് ലെഫ്റ്റ് ഫാക്ടറിങ് ആണ്. ലെഫ്റ്റ് ഫാക്ടറിങ് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാം. ഇതും കൂടി ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. After left recursion, left factoring, you have to discuss one more thing. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇവിടെ വരുന്ന ഇത് കാണുന്നില്ലേ, ലെഫ്റ്റ് റിക്കേഴ്സീവും റൈറ്റ് റിക്കേഴ്സീവും. 2 ലെഫ്റ്റ് റിക്കേഴ്സീവ് ഗ്രാമർ വരുവാണെങ്കിൽ ആംബിഗസ്, 2 റൈറ്റ് റിക്കേഴ്സീവ് വരുവാണെങ്കിൽ, 2 റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ വരുവാണെങ്കിൽ അതിനെ നമ്മൾ ആംബിഗസ് ഗ്രാമർ എന്ന് പറയും അല്ലേ? ഹലോ ഹലോ, 2 ടൈപ്പ് പാർസിംഗ് ഉണ്ട്. ഒന്ന് ടോപ്പ് ഡൗൺ പാർസിംഗും ഒന്ന് ബോട്ടം അപ്പ് പാർസിംഗും അല്ലേ? അല്ലേ? നമ്മളന്ന് ഡിവിഷൻ പറഞ്ഞല്ലേ, ആ ഒരു ട്രീ വരച്ച് കാണിച്ചല്ലേ ഞാൻ നിങ്ങളടുത്ത്, പെർട്ടിക്കുലർ ട്രീ. ടോപ്പ് ഡൗൺ പാർസിംഗ് ഉണ്ട്. ടോപ്പ് ഡൗൺ പാർസിംഗിൽ റിക്കേഴ്സീവ് ഡിസെൻഡന്റും വയ്ക്കാൻ പറ്റുന്നില്ല. ഇത് ടോപ്പ് ഡൗൺ പാർസിംഗിൽ റിക്കേഴ്സീവ് ഡിസെൻഡന്റ് പാർസിംഗ്, അതിൽ ബാക്ക് ട്രാക്കിങ്ങും നോൺ ബാക്ക് ട്രാക്കിങ്ങും. നോൺ ബാക്ക് ട്രാക്കിങ്ങുള്ള പ്രോസസ് പാർസറാണ് പ്രെഡിക്റ്റീവ് പാർസർ, or we'll call it as LL parser. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇതില് നമുക്കിപ്പോൾ ടോപ്പ് ഡൗൺ പാസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം എസ് ഡിറൈവ്സ്, ടോപ്പ് ഡൗൺ പാസിംഗും ബോട്ടം അപ്പ് പാസിംഗും തമ്മിലുള്ള കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. അത് ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് പാസർ. അതിൽ ഞാനൊരു ഗ്രാമർ എഴുതാണ്. എസ് ഡിറൈവ്സ് എ ബാർ ബി ഇ ആൻഡ് എ ഡിറൈവ്സ് എ ബി സി ബാർ ഡി. ഇത് നോട്ട് ചെയ്യണേ നിങ്ങൾ. ബി ഡിറൈവ്സ് ഡി. നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട സ്ട്രിങ് W is equal to A, B, B, C, D and E. ഇതാണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട സ്ട്രിങ്. ഓക്കെ, കണ്ടല്ലോ? വായിക്കാൻ പറ്റുന്നില്ലേ? റീഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? അത് ഇല്ലേ? ഹലോ ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ടോപ്പ് ഡൗൺ പാസിംഗിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഡൗൺ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താ? താഴെന്ന് നമ്മൾ ടോപ്പ് നിന്ന് താഴത്തേക്ക് വരിക എന്നുള്ളതല്ലേ ടോപ്പ് ഡൗൺ. ദ മെയിൻ discussion or main decision is to select correct production, which production has to be replaced to generate that particular string. അതിനാണ് നമ്മൾ ടോപ്പ് ഡൗൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രിങ് ആണെങ്കിൽ ഏത് സ്ട്രിങ് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ പെർട്ടിക്കുലർ സ്ട്രിങ്ങിനെ ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് ടോപ്പ് ഡൗൺ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഏത് സ്ട്രിങ് വെച്ച് റീപ്ലേസ് ചെയ്യണം, റൈറ്റ്? ഓക്കെ, അപ്പോൾ നമുക്ക് ആ എക്സാമ്പിളിലേക്ക് എടുക്കാം. എസ് ഡിറൈവ്സ്, അപ്പം ഞാൻ നോക്കിയേ, ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത്
എ ഈ പ്രൊഡക്ഷൻ ഫസ്റ്റ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നത് എ ബി ഇ. ഓക്കെ, ഇനിയോ ഇനി ഇതിനെ ഞാൻ റീപ്ലേസ് ചെയ്യുന്നത് എനെ റീപ്ലേസ് ചെയ്തിട്ട് എ ബി സി. ഓക്കെ, ഇനിയോ അടുത്ത എനിക്ക് കിട്ടേണ്ട സ്ട്രിങ് ഏതാ? എ ബി ബി. അപ്പൊ ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു? അടുത്ത എനെ റീപ്ലേസ് ചെയ്തിട്ട് ബി എന്ന് എഴുതുന്നു. ഈ എനെ റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾ എ ബി ഐ. ഇനി ഏതെങ്കിലും സ്ട്രിങ്, ഇനി ഏതെങ്കിലും നോട്ട് ടെർമിനൽ ഉണ്ടോ? ബി ഉണ്ട്. ബിനെ റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ ഡി എന്ന് എഴുതുന്നു. ഇനി ഒന്ന് പാസ് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? എ ബി ബി സി ഡി ഇ. ഇതല്ലേ നമുക്ക് കിട്ടേണ്ട സ്ട്രിങ്? ഇതല്ലേ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട സ്ട്രിങ്? ഓക്കെ, അപ്പൊ ടോപ്പ് ഡൗൺ മെത്തേഡിൽ എന്താ യൂസ് ചെയ്തത്? ഓരോ നോൺ ടെർമിനലും വരുമ്പം വിച്ച് പ്രൊഡക്ഷൻ ഹാസ് ടു ബി യൂസ്ഡ് ടു റീപ്ലേസ് ദാറ്റ് പെർട്ടിക്കുലർ സ്ട്രിങ്. നമുക്ക് തന്നിരിക്കുന്ന നോൺ ടെർമിനലിൽ ഏത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ്. ഇതാണ് ശരിക്കുള്ള ടോപ്പ് ഡൗൺ മെത്തേഡ്. ഇനി ഇതേ സാധനം ഞാൻ ബോട്ടം അപ്പിൽ കാണിച്ചു തരാം. ഓക്കെ, ബോട്ടം അപ്പ്. ഓക്കെ, ബോട്ടം അപ്പ് എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? ബോട്ടം ടു ടോപ്പ് എന്നല്ലേ എൻ്റെ മീനിങ്. ബോട്ടം അപ്പ് എന്ന് വെച്ചാൽ എന്താ? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? നമ്മൾ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിങ് എന്താ? എ ബി ബി സി ഡി ഇ. ദിസ് ഇസ് ദ സ്ട്രിങ്, റൈറ്റ്? വാട്ട് ഐ വിൽ ഡു? I have to do the reduction. ഈ തന്നിരിക്കുന്നതിൽ വെച്ചിട്ട് ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ടോപ്പിലേക്ക് എത്തണം. അതായത് സ്റ്റാർട്ട് സിമ്പിളായി എസ്സിലേക്ക് എത്തിച്ചേരില്ലേ വേണ്ടത്? നേരത്തെ എസ്സിന് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യണം? സ്റ്റാർട്ട് സിമ്പിളായി എസ്സിലേക്ക് എത്തണം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആദ്യം റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എ വെച്ചിട്ട് നമുക്ക് ഒന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. എ എന്ന് വെച്ചിട്ട് സിംഗിൾ സാധനമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ബിനെ നമുക്ക് വേണമെങ്കിൽ എ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാലോ. ബി എ ഡിറൈവ്സ് ബി ആകുമ്പോൾ ബി എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എ എന്ന് എഴുതാലോ. ക്യാപിറ്റൽ ലെറ്റർ എ. ഐ എം റീപ്ലേസിങ് ബി വിത്ത് എ. അടുത്തതോ, ഇപ്പൊ നിങ്ങൾ എ ബി സി മൂന്നെണ്ണായില്ലേ? നോക്കി, എ ബി സി ഈ മൂന്നെണ്ണം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്യാം? again another capital letter A എഴുതാം. റൈറ്റ്? എങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ എ എഴുതിയത്? എ ബി സി ഈ മൂന്നെണ്ണം വെച്ചിട്ട്. അടുത്തല്ലോ, ഡീനെ എനിക്ക് എന്ത് ആയിട്ട് റീപ്ലേസ് ചെയ്യാം? ബി ഡിറൈവ്സ് ഡി ആയതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഡീനെ കറസ്പോണ്ടിങ് ബി എന്ന് വേണമെങ്കിൽ എഴുതാം. റൈറ്റ്? ഡി ഡിറൈവ്സ് ഡി. ഓക്കെ, സിംഗിൾ ലൈനാണ് നേരെ വരക്കാൻ വേണ്ടിയിട്ട്. ബി ഡിറൈവ്സ് ഡി. ഇനിയോ എനിക്ക് എ ബി കിട്ടി. ഇത് വെച്ചിട്ട് എനിക്ക് ഏതെങ്കിലും സ്ട്രിങ്ങിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നിങ്ങൾ ഇവിടെ എ, ക്യാപിറ്റൽ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ഇ, ഇത് മൂന്നും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഏത് പ്രൊഡക്ഷൻ്റെ റീപ്ലേസ്മെന്റ്? എസിൻ്റെത് കണ്ടോ? സോ യു ക്യാൻ ഡിറൈവ് എസ് out of all this. So generating or reaching up to the start symbol from the bottom to top model, that process is known as bottom up. ഇവിടെ എന്താ ചെയ്യുന്നത്? ആദ്യം എന്താ ചെയ്തത്? നമ്മൾ എസ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ സ്ട്രിങ്ങിലേക്ക് എത്തി. ഇവിടെ എന്താ ചെയ്തത്? ഈ സ്ട്രിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് സിമ്പിളായി എസിലേക്ക് എത്തി. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ടോപ്പ് ഡൗൺ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ തന്നെയാണ്. നമുക്ക് തന്നിരിക്കുന്നതിന്റെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഈ ടോപ്പ് ഡൗൺ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ബോട്ടം അപ്പ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാലോ നമ്മുടെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഇൻ റിവേഴ്സ് ആണ്. റൈറ്റ് മോസ്റ്റ് ഡെറിവേഷന്റെ റിവേഴ്സ് ആണ് ബോട്ടം അപ്പ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്താണ് ബോട്ടം അപ്പ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ? തന്നിരിക്കുന്ന സ്ട്രിങ്ങിന്റെ റിവേഴ്സ് ഓഫ് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ. ടോപ്പ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ. ക്ലിയർ ആയോ? ഈ പറഞ്ഞ രണ്ട് കൺസെപ്റ്റും ക്ലിയർ ആയോ?
ക്ലിയർ ആയോ? ഞാനിപ്പോ പറഞ്ഞ രണ്ട് സാധനങ്ങൾ മനസ്സിലായോ? ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് രണ്ട് ടൈപ്പ് പാർസിങ്? ടോപ്പ് ഡൗൺ പാർസിങ്ങും ബോട്ടം അപ്പ് പാർസിങ്ങും. ടോപ്പ് ഡൗൺ പാർസിങ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും ബോട്ടം അപ്പ് പാർസിങ് എങ്ങനെ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ, ശരി. ഇനി അടുത്ത് പറയാനുള്ളത് ഇത് പറയാനുള്ള LL1 ഗ്രാമർ ആണ്. ഇതാണ് LL1 ഗ്രാമർ. LL1 ഗ്രാമർ എന്ന് വെച്ചാൽ എന്താണെന്നറിയാം നിങ്ങൾക്ക്? നമുക്ക് ഈ ടോപ്പ് ഡൗൺ പാസിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയില്ലേ, ആ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കി. നമ്മൾ നേരത്തെ വരച്ച ടോപ്പ് ഡൗൺ പാസിംഗ് മെത്തേഡിന്റെ ക്ലാസിഫിക്കേഷൻ ക്ലാസ്സസ് പറഞ്ഞില്ലേ? ഇവിടെ ടോപ്പ് ഡൗൺ മെത്തേഡ് ഉണ്ട്. ടോപ്പ് ഡൗൺ മെത്തേഡിൽ റിക്കേഴ്സീവ് ഡിസെൻഡന്റ് പാസിംഗ് ഉണ്ട്. അതിൽ രണ്ടെണ്ണം ബാക്ക് ട്രാക്കിങ്ങും നോൺ ബാക്ക് ട്രാക്കിങ്ങും. ഇതിൽ തന്നെ പ്രെഡിക്റ്റീവ് പാസറും LL പാസറും. റൈറ്റ്? അപ്പോൾ ഇത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പാസറിനാണ് ഇവിടെ വരുന്ന പ്രെഡിക്റ്റീവ് പാസറിൽ വരുന്ന ടൈപ്പ് പാസറാണ് LL1 LL പാസർ. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ തരുന്നത് LL പാസറിനെ പറ്റിയിട്ടാണ്. LL1 ഗ്രാമർ. ഇവിടെ ഈ ഓരോന്ന് ഈ L എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? ഈ ഈ LL-ന് ഓരോന്നിനും ഒരു മീനിങ് ആണ്. L എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ L എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ സ്കാനിങ് ദി ഇൻപുട്ട് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. രണ്ടാമത്തെ L എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് അഹെഡ്. ഹലോ, ഈ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ലുക്ക് അഹെഡ്. ഈ L എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് ഈ ഗ്രാമറിനെ ഞാൻ രണ്ടായിട്ട് LL1 ഗ്രാമർ എന്ന് പറയും. ആ LL1 ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും ദെൻ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഞാൻ സ്കാൻ ചെയ്യുക. രണ്ടാമത്തെ L എന്ന് വെച്ചാൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ 1 എന്ന് യൂസ് ചെയ്യുന്നത് എന്തിനാ? ലുക്ക് അഹെഡ് ഇസ് 1. ലുക്ക് അഹെഡിന്റെ വാല്യൂ 1 എന്ന് പറയുന്നതിനാണ് അവിടെ LL1 എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ LL1 എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ LL1 എന്ന് എഴുതിയിട്ട് LL1 ഗ്രാമർ എന്ന് എഴുതിക്കോ. ഹൗ മെനി സിമ്പിൾസ് ആർ ചെക്കിംഗ് ഇൻ ഓർഡർ ടു മേക്കിംഗ് ദ ഡിസിഷൻ. ശരി, ഓക്കെ. അപ്പോൾ നിങ്ങൾ LL1 ഗ്രാമർ അപ്പോൾ LL1 ഹെഡിങ് എഴുതിയില്ലേ? ലെഫ്റ്റ് ടു റൈറ്റ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ 1 ഇസ് ദ ലുക്ക് ഹെഡ്. അതാണ് ഇവിടെ വരുന്ന LL1 എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഇതിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം നോക്കാം. ഇവിടെ യൂസ് ചെയ്യുന്ന സ്കീമാറ്റിക് ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻപുട്ട് ബഫർ. ഓക്കെ, ഇനി ഇവിടെ
ഇവിടെ വരുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ LL1 പാർസർ. ഈ സ്കീമാറ്റിക് ഡയഗ്രം ഒന്ന് വരച്ചെടുക്കണേ. LL1 പാസിംഗ് ടേബിൾ. ഇവിടെ ഒരു ഡോളർ ഉണ്ട്. ഈ ഡോളർ കാണിക്കുന്നത് ബോട്ടം ഓഫ് സ്റ്റാക്കിനാണ്. ഇതാണ് ഇതിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് LL1 ഗ്രാമറിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം ആണ്. അപ്പോൾ ഈ LL1 ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന സ്ട്രിങ്ങിനെ ഇൻപുട്ട് ബഫറിൽ സ്റ്റോർ ചെയ്യും. നമ്മൾ ഇൻപുട്ട് ബഫർ എന്താണെന്ന് അറിയാലോ. നമ്മൾ തന്നിരിക്കുന്ന സ്ട്രിങ്ങിനെ ഇൻപുട്ട് ബഫറിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് L1 പാസർ ആണ് അതിനെ പാസ് ചെയ്യുക. ഇതിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പാസ് ചെയ്യണമെന്ന് വേണ്ടേ? അതിനു വേണ്ടി നമ്മളൊരു പാസിംഗ് ടേബിൾ യൂസ് ചെയ്യും. അതുപോലെ നെക്സ്റ്റ് ലുക്ക് ഹെഡിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡാറ്റ സ്ട്രക്ചർ, സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യും. അതായത് നമുക്ക് നെക്സ്റ്റ് സ്കാൻ ചെയ്യാനുള്ള സിമ്പിൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞത് മനസ്സിലായ? അപ്പോൾ L1 പാസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ LL1 ഗ്രാമർ എന്ന് വെച്ചാൽ ഫോർ കൺസ്ട്രക്ടിങ് ഒരു ഗ്രാമർ G എന്ന് പറയുന്നത് LL1 ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് അവിടെ എന്തായിരിക്കണം? അത് ലെഫ്റ്റ് റിക്കർസീവ് ആവാൻ പാടില്ല. അതുപോലെ ഈ L എന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ്. രണ്ടാമത്തെ L എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് സ്കാനിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ. അതിനുള്ളിൽ കാണിച്ചിരിക്കുന്ന 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കാൻ ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പം നെക്സ്റ്റ് കൺസിഡർ ചെയ്യുക 1 മോർ ഇൻപുട്ടിനെയാണ് കാണിക്കുന്നത്. 1 മോർ ലുക്ക് ഹെഡ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ A ഡിറൈവ്സ്, ഇപ്പോൾ ഒരു ഗ്രാമർ LL1 ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഓൺലി A ഡിറൈവ്സ്. ഇപ്പം ഞാനൊരു കൺസ്ട്രക്റ്റ് പറയാം, ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. ഒരു ഗ്രാമർ G LL1 ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് A derives alpha and beta are two distinct productions of G. ഇത് രണ്ട് പ്രൊഡക്ഷൻസ്, എന് രണ്ട് പ്രൊഡക്ഷൻ, ഒന്ന് ആൽഫ ഒന്ന് രണ്ടാമത്തെ ബീറ്റ. എന്നാൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദിസ് ടു കണ്ടീഷൻ. എന്തൊക്കെ? ഫോർ no terminal A do both alpha and beta derived string beginning with A. രണ്ടാമത്തേതോ at most one of alpha and beta can derive the empty string. One of the alpha and beta can derive the empty string. മൂന്നാമത്തെ condition, beta derives epsilon, then alpha does not derive any string beginning with a terminal. ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിപ്പോ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ഇത് ഈ മൂന്നെണ്ണാണ് ഒരു ഗ്രാമർ LL1 ആവാനുള്ള മെയിൻ റീസൺ, മെയിൻ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അതായത് ഫോർ നോൺ ടെർമിനൽ A, alpha and beta derive a string beginning with A, then at most one of alpha and beta can derive the empty string, then beta derives epsilon ആണെങ്കിൽ the alpha does not derive any string beginning with A. ഈ കണ്ടീഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു LL1 ഗ്രാമർ ആണെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഏതൊക്കെയാ?
ഒരു LL1 ഗ്രാമറിന്റെ ഒരു LL1 ഗ്രാമർ പാസ് ചെയ്ത് തുടങ്ങുന്നത് ഇൻപുട്ട് ബഫർ വിൽ ബി ദർ, ഇൻപുട്ട് ബഫർ വിൽ സ്റ്റോർ ദ സ്ട്രിംഗ് ആൻഡ് ആഫ്റ്റർ ഇൻപുട്ട് ബഫർ വി വിൽ റെഫർ എൻ LL1 പാസിംഗ് ടേബിൾ. ആ LL1 പാസിംഗ് ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഏതിനെ പാസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് വി ആർ ഹാവിങ് എ ലുക്ക് അഹെഡ്. ആ ലുക്ക് അഹെഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഏത് വേണം സെർച്ച് ചെയ്യുക, നെക്സ്റ്റ് ഏതിനെയാണ് പാസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുക ആ ലുക്ക് അഹെഡിനെ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞത് മനസ്സിലായി. ഈ LL1ന്റെ ഓവറോൾ സ്ട്രക്ചറും എന്താണ് LL1 ഗ്രാമർ എന്ന് മനസ്സിലായില്ലേ? മനസ്സിലായോ? ഓക്കെ, ഇനി ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്, ഇനി അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ LL1 പാസിംഗ് ടേബിള് നമ്മൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ജനറേറ്റിംഗ് പാസിംഗ് ടേബിൾ. ഒരു LL1 ഗ്രാമറിനെ പാസ് ചെയ്ത് പോകണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസിംഗ് ടേബിൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. അത് എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അത് നെക്സ്റ്റ് അവറിലെടുക്കാം. ഓക്കെ, 9:26 ആയില്ലേ? അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ആഫ്റ്റർനൂൺ എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. ഈ ടൈം ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും കേട്ടില്ലേ? ഹലോ, ആരും എന്നോട് റിപ്ലൈ ആക്കാത്തെ? ഓക്കെ, നമുക്ക് അറ്റൻഡൻസ് പറഞ്ഞു. ആകാശ്, അഭിനവ്, അഭിനന്ദ്. അഭിനന്ദിന്റെ നെറ്റ് പോയിനു ഇപ്പൊ പോയത്. അല്ലെങ്കിൽ നിങ്ങളിപ്പം അറ്റൻഡൻസ് എടുക്കാനാകുമ്പോഴാണ് പലരും വരുന്നത്. ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും ഗൂഗിൾ അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഉണ്ടേനു. അഭിനന്ദിന്റെ നെറ്റ് ഇപ്പൊ പോയോ? ഇപ്പം കട്ടായി പോയതാ. അഭിനന്ദ് പൊതുവെ കുറെ പേര് ഞാൻ ഗൂഗിൾ അറ്റൻഡൻസ് എടുത്തിട്ടുണ്ട്. അതാ ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, അഭിനവ്, ആദർശ്, അദ്വൈത്, അജ്മൽ ഇല്ല അല്ലേ? അജ്മൽ ഇല്ലല്ലോ. അജ്മൽ മുനീസ് ഇല്ലല്ലോ. അഖിൽ സി പോൾ, അനഘ, അഞ്ജലി, അഞ്ജലി, അനുഗ്രഹ്, അജ്മൽ, അഞ്ജലി, അനുഗ്രഹ്, അത്തിൻ. അനുഗ്രഹം ഇല്ലേ? അതിനില്ല. അനുഗ്രഹം ഉണ്ട്. ഓക്കെ, അതിനില്ലല്ലോ. അതുൽ പി കെ, ദേവിക, ദിൽന, മസ്ന, ജസ്ന, കാർത്തിക്, സിനാൻ, ഇജാസ്, നേഹ. നേഹയില്ലല്ലേ? നേഹ, നിതിൻ ബാബു, പ്രണവ് എ, സി, റൈസ, റസാന ഇല്ലല്ലേ? റൈസ, റസാന, റിഷ്വിൻ ഇല്ല. റിഷ്വിൻ ആക്ഷൻ്റെ. റോഷൻ, സഹല ബി, സഹല എൻ, സംഗീതിന് ഏറ്റവും പോയില്ല. സാരംഗ്, ഷരുൺ, സാരംഗ്, ഷരുൺ അബ്ജല, ശ്രദ്ധ, വിഷ്ണു, വൈഷ്ണവി ഇല്ല, വൈഷ്ണവി ഉണ്ട്. ശ്രീഷ്മ, അഞ്ജിത ആൻഡ് ഷിറോണ.
Okay, we'll stop here. We'll continue rest of the hour in next class. Okay.